ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം സന്ദർശിക്കുക www.sunniglobalvoice.com. ഇപ്പോൾ www.mobile.sunniglobalvoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. ولا حول ولا قوة إلا بالله العلي العظيم. فالله موجود قديم باقي مخالف للخلق بالإطلاق وقائم غاني وواحد وحي قادر مريد عالم بكل شيء. لو كان معه مشارك في ملكه لزم اختلاف أو وفاق داني وأتى الفساد وليس يوجد حادث للزوم أجز مطلقا ببياني. لو كان ثم تعدد لتعلقت بالممكنات إرادتان اثنان وأتى الخلاف أو الوفاق وكلما قدرته وحسبت من حسباني وبيان بطلان لسان مطلقا عن اختلافا أو وفاق حناني فمع اختلاف كلما قدرته تلفه زيفا فاصغل البرهان. مثلا أراد وجود شيء واحد وأراد عداما له ذا الثاني إما نفوذ إرادة الاثنين أو لا تنفذن إرادة يعاني أو واحد دون الذي قدرته فثلاثة بطلانه حقان للزوم عجز في الجميع محقق أي للإله مكون الأكوان في أول جمع النقيض محقق عدم وجود كيف يجتمعان. സ്നേഹമുള്ള സഹോദരിമാരെ, അല്ലാഹു നമുക്ക് ഹക്കായ കാര്യങ്ങളൊക്കെ പറയാൻ, അവൻ്റെ ശരിയായ ദീനുൽ ഇസ്ലാമിനെ കേട്ട് മനസ്സിലാക്കാനും അത് ഹക്കായ നിലക്ക് പറയാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഇന്ന് നമ്മുടെ വിഷയം അള്ളാഹുവിൻ്റെ സൽബിയ സിഫത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സിഫത്ത് വഹദാനിയത്ത് എന്ന സിഫത്തുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് നാം ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് നമുക്കറിയാം. അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് അള്ളാഹുവിൻ്റെ സിഫത്താണ്. വഹദാനിയത്ത് തൗഹീദ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്തല്ല. അള്ളാഹുവിൻ്റെ സിഫത്ത് ഏതാണ്? ഇതാണ് ചോദ്യം. തൗഹീദ് എന്നുള്ളത് ഓക്കെ ജസാക്കുമുല്ലാഹ് ഖൈർ. തൗഹീദ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്താണോ അല്ലേ? ഇതാണ് ഒരു ചോദ്യം. നിങ്ങൾക്ക് അറിവുള്ളത് നിങ്ങൾ പറയാം. തൗഹീദ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്താണോ അല്ലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സിഫത്തോ? തൗഹീദ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്തല്ല. തൗഹീദ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്തല്ല. അള്ളാഹുവിൻ്റെ സിഫത്ത് വഹദാനിയത്താണ്. വഹദാനിയത്ത് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ. പിന്നെ വഖായിമുൻ ഗനി വ വാഹിദുൻ. അള്ളാഹിനെ സംബന്ധിച്ച് വല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ. അള്ളാഹു ഖദീമാണ്, അള്ളാഹു മൗജൂദാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹു മൗജൂദ് തന്നെ. പിന്നെ ഖദീമാണ്, ബാഖിയാണ്, മുഖാലിഫുൻ ലിൽ ഖൽഖിയാണ്. പിന്നെ ഖായിമുൻ ബിൻ നഫ്സാണ്, ഗനിയുൻ മുത്ലഖാണ്. അതുപോലെ തന്നെ വാഹിദുൻ, അവൻ വാഹിദാണ്. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ സിഫത്ത് അഹദിയത്ത് എന്നുള്ളത്, വഹദാനിയത്ത്
വഹദാനിയത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്ത്. അള്ളാഹു തആല വാഹിദും അഹദുമാണ് അല്ലേ. ഈ അഹദ് എന്നുള്ളത് അള്ളാഹിനെ സംബന്ധിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇന്ന വ്യക്തി അഹദാകുന്നു, ഇന്ന ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല. അഹദ് എന്നൊരാളെ സംബന്ധിച്ച് വിശേഷിപ്പിക്കണമെങ്കിൽ അത് അള്ളാഹുവിനെ, ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഒന്നിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കണമെങ്കിൽ അത് അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ അഹദ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വഹദാനിയത്ത് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ സിഫത്ത്. തൗഹീദ് എന്നുള്ളത് നമ്മൾ ആ വഹദാനിയത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അത് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് തൗഹീദായിത്തീരുന്നു. മനസ്സിലായില്ലേ? തൗഹീദ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്തല്ല. തൗഹീദ് നമ്മൾ ആചരിക്കേണ്ട, നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് തൗഹീദ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് എന്താ? അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദാത്തിലും അവൻ്റെ സിഫാത്തിലും അവൻ്റെ അഫ്ആലിലും എല്ലാം ഏകനാകുന്നു. ഒരർത്ഥം തൗഹീദുൽ ഉലൂഹിയ്യത്ത്. തൗഹീദുർ റുബൂബിയ്യത്ത് തൗഹീദുൽ ഉലൂഹിയ്യത്ത് എന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് തന്നെ. തൗഹീദുർ റുബൂബിയ്യത്ത് ഉണ്ടായാൽ തൗഹീദുൽ ഉലൂഹിയ്യത്ത് ഉണ്ടായി. ഇതാണ് ഇപ്പം ഏറ്റവും വലിയ ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ആളുകളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കപ്പെടുവാനും അതുപോലെ തന്നെ അവരൊക്കെ മക്കാ മുശ്രിക്കുകളെ പോലെയുള്ള വിശ്വാസമുള്ളവരാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ലോകത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ കാര്യമായ ഭിന്നിപ്പും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും കുഴപ്പവും യുദ്ധങ്ങളും കലാപങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം വിശ്വാസപരമായിരിക്കുന്ന ഈ ഒരു വിശ്വാസപരമായിരിക്കുന്ന ഒരു വ്യതിയാനമാണ്. അള്ളാഹുവിൻ്റെ തൗഹീദിനെ സംബന്ധിച്ചുകൊണ്ട് അതിലില്ലാത്ത വിഭജനങ്ങൾ നടത്തി അതുകൊണ്ട് എന്തു ഉദ്ദേശിച്ചു? ജനസമൂഹത്തെ തന്നെ തൗഹീദ് വിഭജനം കൊണ്ട് മുസ്ലിം സമൂഹത്തെ വിഭജിക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ വൃത്തം കുറയുകയും ഇവരുടെ തൗഹീദ് പ്രകാരം ഇവരുടെ തൗഹീദ് റുബൂബിയത്ത്, തൗഹീദുൽ ഉലൂഹിയത്ത്, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, ഇങ്ങനെ 3 തൗഹീദ് ഉണ്ടെന്ന് അവർ പറയുന്നത്. മനസ്സിലായത്? ഇവിടെ ഏത് ക്ലാസ് എടുത്ത് പരിശോധിച്ചാലും ഏത് പ്രസംഗം കേട്ടാലൊക്കെ ഈ രൂപത്തിൽ 3 തൗഹീദായിട്ട് ഇവർ പ്രചരിപ്പിക്കുന്നത്. തൗഹീദ് റുബൂബിയത്ത്, തൗഹീദുൽ ഉലൂഹിയത്ത്, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, ഇങ്ങനെ 3 ഉണ്ട് എന്നാണ് ഇബ്നു തൈമിയ മുതൽ ഇബ്നു ഖയ്യിം മുതൽ ഇബ്നു അബിൽ അസ്സ് അതുപോലെയുള്ളതായിരിക്കുന്ന ഇബ്നു അബ്ദുൽ ഹാദി, ഇബ്നു അബ്ദുൽ വഹാബ് തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഇതിൻ്റെ പ്രചാരകരും അത് ശക്തമായി സ്ഥാപിക്കുന്നവരുമാകും. അതുകൊണ്ട് തന്നെ ഒരുപാട്, അതായത് അതിന് ഇസ്ലാമികമായ തെളിവുകളൊന്നും അതിന് നമുക്ക് കാണാൻ സാധ്യമല്ല. അതൊക്കെ എന്താണ്? ഇവർ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് ഖുർആനിലും സുന്നത്തിലും ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് ഇവർ കണ്ടെത്തിയ കാര്യം അത് സലഫുകളുടെ മേൽ വെച്ചുകെട്ടുകയും അതാണ് ശരിയായ തൗഹീദ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ 3 തരം തൗഹീദ് ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏകദേശം ഇഖ്വാൽ മുസ്ലിമീൻ പോലുള്ളതായിരിക്കുന്ന കുറച്ചൊക്കെ അഖീദപരമായിട്ട് അശ്ശരി മദ്ഹബുകാരാണ് നല്ലൊരു ശതമാനം ഇഖ്വാൽ മുസ്ലിമീങ്ങൾ ഉള്ളതെങ്കിലും ഈ ഇബ്നു തൈമിയ വിശ്വാസക്കാരായിരിക്കുന്ന ആളുകളും ഇഖ്വാൽ മുസ്ലിമിനിൽ ഉണ്ട്. അപ്പോൾ എല്ലാ ഇഖ്വാനികളെയും നമുക്ക് ഒരുപോലെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലെങ്കിലും പൊതുവിൽ അവർക്ക് ഇത്തരം തൗഹീദ് വിഭജനത്തിനോടും ഇതുപോലുള്ള വിശ്വാസത്തിനോടൊക്കെ ആഭിമുഖ്യമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അതങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇവർക്ക് എന്ത് പറയുന്നത്? തൗഹീദ് 4 ഇനുണ്ട് എന്നുള്ളത്. ഇവർ തൗഹീദ് എത്ര ഇനുണ്ട് എന്നുള്ളത് 4 ഇനുണ്ട് എന്ന് പറയുന്നവർ. ഏതൊക്കെയാണത്? തൗഹീദുൽ റുബൂബിയത്ത്, തൗഹീദുൽ ഉലൂഹിയത്ത്, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, തൗഹീദുൽ ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? തൗഹീദുൽ ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരും ആ രൂപത്തിലേക്ക് തന്നെയാണ് പോകുന്നത്, തൗഹീദുൽ ഹാക്കിമിയത്തിലേക്ക്. അതുപോലെ അപ്പോൾ 5ാമതൊരു തൗഹീദ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വിഭാഗം രംഗത്ത് വന്ന് അതേതാണ്? തൗഹീദുൽ ഇത്തിബാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തൗഹീദ് ഇങ്ങനെ അമീബ പോലെ ഇങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ പറയുന്നത് എന്താ? ഇങ്ങനെ ഒരു വിഭജനങ്ങൾ അള്ളാഹുവും അവൻ്റെ റസൂലോ അല്ലെങ്കിൽ അവിടുത്തെ ശ്രേഷ്ഠ കാലത്തുള്ളതായിരിക്കുന്ന സലഫ് സാലികളിൽ ആരെങ്കിലുമോ ഇങ്ങനെ 3 തരത്തിലുള്ള തൗഹീദ് ഉണ്ട്. ഒരു തരത്തിലുള്ള തൗഹീദ് മക്കാ മുശ്രിക്കുകൾക്കൊക്കെ അറിഞ്ഞിരുന്നുവെന്നും മറ്റുള്ള തൗഹീദ് അവർക്ക് മനസ്സിലായിട്ടില്ല, അതിനു വേണ്ടിയാണ് ലോകത്തുള്ള തൗഹീദുൽ ഉലൂഹിയത്ത് മാത്രം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ലോകത്ത് സർവ്വപ്രവാചകന്മാർ വന്നത് എന്നും ഒരൊറ്റ സലഫുകളും അതുപോലെ തന്നെ ഖുർആനിലോ ഹദീസിലോ ഇജ്മാലോ ഖിയാസിലോ നമുക്ക് കാണാനും സാധ്യമല്ല. ഇതാണ് നാം പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വിഭജനം കൊണ്ട് വളരെയധികം മുസ്ലിം ലോകത്ത് കുഴപ്പങ്ങൾ ഇന്നും പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല യുദ്ധങ്ങളും അതിൻ്റെ പേരിൽ നടക്കുന്നു, പല പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടായിത്തീരുകയും ചെയ്യുന്നു. ഫിത്നയുടെ പ്രധാന കാരണം ഈ വിഭജനം തന്നെയാണ്. നമുക്ക് പറയാനുള്ളത് എന്താ? അള്ളാഹുവിലുള്ള വിശ്വാസം,
അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഏതടങ്ങിക്കഴിഞ്ഞു? എല്ലാ തരം തൗഹീദും അടങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെ തൗഹീദിനെ വിഭജിക്കേണ്ട കാര്യമില്ല. അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, അവൻ്റെ വഹദാനിയത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിലേതുപെട്ട്? അവൻ്റെ അസ്മാ സിഫാത്തിൽ വഹദാനിയത്ത് പെട്ട്, അവൻ്റെ ദാത്തിൽ, അവൻ്റെ അഫ്ആലിൽ എല്ലാത്തിലും വഹദാനിയത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞു. പിന്നീട് അത് വേർതിരിച്ച് കാണിച്ചു പഠിപ്പിച്ചുകൊണ്ട് അത് ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വിഷയത്തിൽ വിഷയം ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമുക്കത് പ്രയാസമില്ലായിരുന്നു. കുട്ടികൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ തക്സീം ചെയ്തത്. അങ്ങനെ പലതും തക്സീം ചെയ്യാറുണ്ട്. നമ്മൾ തന്നെ എന്ത് ചെയ്യാറുണ്ട്? പല കാര്യങ്ങളും ഇങ്ങനെ ഓഹരിയാക്കിയിട്ട് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ അതല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇവിടെ പഠിപ്പിക്കാൻ എളുപ്പത്തിന് എന്നുള്ള ഉദ്ദേശമല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിൻ്റെ പിന്നിലുള്ളത് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തെ മുശ്രിക്കും കാഫറുമാക്കി അവർ യഥാർത്ഥ ഇസ്ലാമിലല്ല, അവരൊക്കെ വൈബിയച്ചുപാതായിരിക്കുന്ന മാർഗത്തിലാണ് എന്ന് വരുത്തി തീർക്കാനും അതുകൊണ്ട് അതിൻ്റെ പേരിൽ അവരെ ചോര അനുവദനീയമാക്കി, അവരെ സ്വത്ത് ഹലാലാക്കി, അവർ കൊന്നൊടുക്കാനും അവരെ സ്വത്തുക്കൾ ഗനീമത്ത് മുതലായി പിടിച്ചെടുക്കാനും തുടങ്ങിയതായ ലക്ഷ്യങ്ങൾ ഇട്ടുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന അപകടം എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ വഹദാനിയത്താണ് അള്ളാഹിൻ്റെ പ്രവാചകന്മാരെല്ലാവരും, അള്ളാഹുവിൻ്റെ അംബിയാ മുർസലുകൾ ലോകത്തുടനീളം പ്രഖ്യാപിച്ച ഒരു കാര്യം വഹദാനിയത്താണ്. എന്താണ് ഈ വഹദാനിയത്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സത്ത വിവിധ ഘടകങ്ങളാൽ ഒരുമിച്ച് കൂടിയതല്ല. നമ്മൾ പറഞ്ഞു അഹദ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അഹദ്? അവിഭാജ്യം, അവിഭക്തം എന്നുവെച്ചാൽ വിഭജിക്കപ്പെടാൻ പറ്റാത്തത്. നമ്മുടെ ശരീരത്തിലേക്ക് നാം നോക്കൂ. നമ്മുടെ ശരീരത്തെ തുണ്ടമായി വിഭജിക്കാൻ സാധിക്കും. കൈ, കാല്, തല, കണ്ണ്, മൂക്ക്, ഇങ്ങനെ പല ഘടകങ്ങളും കൂടിയതാണ്. ലോകത്തുള്ള അർശാവട്ടെ, കുർസാവട്ടെ, ആകാശ, ഭൂമി എല്ലാം എന്തെടുത്താലും പല ഘടകങ്ങൾ കൂടി ചേർന്നതാണ്. ജുസുഇല്ലാത്ത ജസ എന്ന് പറയും പഴയ ഹുക്കമാൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പം ജുസുഇല്ലാത്ത ജസൊക്കെ ചില ആളുകളൊക്കെ അതിന് മയ്യിത്ത് നിസ്കരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങളാരെ കേട്ടുണ്ടോ? അലിക്കുട്ടി ഉസ്താദ് കേട്ടുണ്ടോ? ജുസുഇല്ലാത്ത ജസന്റെ മേലിൽ ജനാസ നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള. അതൊക്കെ ഒരുപാട് കാലഹരണപ്പെട്ടു പോയതാണ്. മൈബദിയിലൊക്കെയാണ് പറയുന്നത് ജുസുഇല്ലാത്ത ജസന്റെ മേലിൽ മയ്യിത്ത് നിസ്കരിച്ചു എന്നാണ് ചിലരൊക്കെ അവകാശപ്പെടുന്നത്. ഇപ്പോൾ അതിനേക്കാളും ഇപ്പോൾ ഒരു ജുസു വളരെയധികം ഇന്നിപ്പോൾ ജുസുഇല്ലാത്ത ജസ എന്ന് പറയുന്നത് അവർ കണ്ടിരുന്ന അത് വീണ്ടും വിഭജിക്കാനും മില്യൺ കണക്കിന് വീണ്ടും വിഭജിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. ഏതായിരുന്നാലാട്ടെ, ഏതൊരു വസ്തു എടുക്കുകയാണെങ്കിലും ഇങ്ങനെ രണ്ട് ജൗഹർ കൂടിയതാണ് ഒരു ജിസ്മ് എന്ന് പറയാം. ആരെ? ഈ ഫിലോസഫികളുടെ തത്വശാസ്ത്രജ്ഞന്മാരുടെ ഭാഷ പ്രകാരം രണ്ട് ജൗഹർ കൂടിയാൽ ഒരു ജിസ്മായി, രണ്ടോ രണ്ടിലധികമോ, ഇങ്ങനെയാണ് വസ്തുക്കൾ ഉണ്ടാകുന്നത്. എന്ത് വസ്തു എടുക്കുകയാണെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ അംശിച്ച് അതിനെ വീണ്ടും അംശിച്ച് അത് പിന്നെ അംശിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉള്ള ഒരു ഘടകമായി തിരിക. അതിനേക്കാണ് ജുസുഉൻ ലാ യതജസ്സ, വിഭജിക്കാൻ പെടാൻ പറ്റാത്തതായിരിക്കുന്ന സാധനമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ചില ഉസ്താദുമാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, അതൊക്കെ പഠിച്ചതാണ് ഉസ്താദ്, ഇനി ഒന്നും പറയേണ്ടതില്ല. ആയിക്കോട്ടെ, എന്നാലും ഇവിടെ കേൾക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒന്ന് അറിയണം എന്നുള്ളതല്ല. അത് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മളത് പറഞ്ഞു മാത്രമേ ഉള്ളൂ, അത് നമ്മൾ ലക്ഷ്യമല്ല പറയൽ. അപ്പം എന്താ പറഞ്ഞു വരുന്നത്? ഏത് ലോകത്തുള്ള സർവ്വ വസ്തുക്കളും എന്താകുന്നു? വിവിധ ഘടകങ്ങളാൽ ഒരുമിച്ച് കൂടിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിവിധ ഘടകങ്ങളാൽ ഒരുമിച്ച് കൂടിയതല്ല. അതുകൊണ്ട് നമുക്കെന്ത് മനസ്സിലാക്കാൻ സാധിച്ചു? അള്ളാഹു തആലക്ക് കൈയില്ല, കാലില്ല, അവയവങ്ങളില്ല, ഒന്നുമില്ലാത്ത അവൻ്റെ സത്ത എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു സംഗതി എടുക്കണമെങ്കിൽ, അത് പിടിക്കണമെങ്കിൽ നമുക്ക് കൈ വേണം. നമുക്ക് നടക്കണമെങ്കിൽ നമുക്ക് കാല് വേണം, അല്ലേ? നമുക്ക് എന്തെങ്കിലും കേൾക്കണമെങ്കിൽ ചെവി വേണം, എന്തെങ്കിലും കാണണമെങ്കിൽ നമുക്ക് കണ്ണ് വേണം. അപ്പോൾ ഇതിലേക്കൊക്കെ നമ്മൾ ആവശ്യമുള്ളവരാ. അപ്പോൾ നമ്മൾ പരിപൂർണമായിട്ടും ആശ്രയിക്കുന്നവരാണ്. നമ്മുടെ എന്ത് കാര്യത്തിലേക്കാണെങ്കിലും മറ്റൊന്നിലേക്ക് ആശ്രയിക്കുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നിലേക്കും ആശ്രയിക്കുന്നവരെല്ലാം നമ്മൾ പറഞ്ഞല്ലോ. അതാണിപ്പോൾ അഹദിയത്തിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വിവിധ ഘടകങ്ങളാൽ
ഉണ്ടായി തീർന്നവനല്ല അള്ളാഹു താല എന്നുള്ള ഒരർത്ഥം. രണ്ടാമതൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്തില്ല, അവനെ പോലെയുള്ളതായിരിക്കുന്ന, അവന്റെ സത്ത പോലെയുള്ളതായിരിക്കുന്ന ഒരു സത്തയില്ല. അവന്റെ സത്ത പോലെയുള്ളതായിരിക്കുന്ന ഒരു സത്തയില്ല. അറബി പറഞ്ഞാൽ ഇപ്പോൾ കമ്മ് മുത്തസില്, കമ്മ് മുംഫസില് എന്നാണ് ഇതിന് അറബി ഭാഷയിൽ പറയാ. പോട്ടെ, അപ്പോൾ രണ്ടർത്ഥാണ് പറഞ്ഞിരിക്കും. പിന്നെ വിവിധ ഘടകങ്ങളാൽ ഒരുമിച്ച് കൂടിയവനല്ല, അഥവാ കുല്ലല്ല, പല ജുസുക്കളാലും കൂടിയതായിരിക്കുന്ന കുല്ലല്ല. അതാണ് ഇപ്പം അതിൻ്റെ അറബി. മലയാളം പറഞ്ഞാൽ വിവിധ ഘടകങ്ങളാൽ കൂട്ടിച്ചേർക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സത്തയല്ല അള്ളാഹുവിൻ്റെ സത്ത. അല്ലെങ്കിൽ പിന്നെ കുല്ലിയും മിനൽ ജുസ്ഇയ്യാത്തി, പല ജുസ്ഇയ്യാത്തും കൂടിയിട്ടുള്ള കുല്ലിയല്ല എന്ന് വേറെ അറബി ഭാഷ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പിന്നെ നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു ഇൻസാൻ എന്ന് പറഞ്ഞു, മനുഷ്യൻ എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ എനിക്കും പറയാം, നിങ്ങൾക്കൊക്കെ പറയാം എന്ത് ഇൻസാൻ എന്നുള്ളത്. ഇൻസാൻ എന്നുള്ളത് അതിൻ്റെ കീഴിലായിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെ സംബന്ധിച്ചും ഇൻസാൻ എന്ന് പറയാം. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അങ്ങനെ അള്ളാഹുവിൻ്റെ സത്ത അതുപോലെയുള്ള ആയിരിക്കുന്ന അള്ളാഹുവിൻ്റെ സത്ത സാധിക്കാവുന്ന, അള്ളാഹുവിൻ്റെ സത്ത എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന മറ്റ് വേറെ വസ്തുക്കളൊന്നും തന്നെ ഇല്ല. കട്ടില്ലല്ലോ സുഹൃത്തുക്കളെ. ചില ആളുകൾ കട്ടുന്നത് അവരുടെ സ്വന്തം പ്രശ്നമാണ്. നിങ്ങളുടെ PC ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഏതായാലും അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ അഹദിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്ത പോലെയുള്ള ആർക്കൊന്നും സത്തയില്ല. അതുപോലെ തന്നെ അവന്റെ പ്രവർത്തനങ്ങളെ പോലുള്ള ഒരു പ്രവർത്തനമില്ല, അവന്റെ സിഫത്തുകളെ പോലുള്ള സിഫത്തില്ല. നമ്മൾ പറഞ്ഞത് എന്താണ്? അള്ളാഹുൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇതൊക്കെ അതിൽ പെട്ട് കഴിഞ്ഞു. നിങ്ങൾ വേറെ തൗഹീദുൽ അസ്മാഇ വ സിഫാത്ത് എന്നും തൗഹീദുൽ റുബൂബിയ്യത്ത് എന്നും തൗഹീദുൽ ഉലൂഹിയ്യത്ത് എന്നും ഇങ്ങനെ വിഭജിക്കേണ്ട കാര്യമില്ല. അള്ളാഹുൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അൽ ഈമാനു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞു. അങ്ങനെ വേറൊരു വിഭജനത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് അനുവദനീയവുമല്ല. അപ്പോൾ പ്രവാചകന്മാരെല്ലാവരും തൻ്റെ കൗമിനോട് പറഞ്ഞ കാര്യം എന്താണ്? എല്ലാവരും പഠിപ്പിച്ച കാര്യമാണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ കണ്ട് ഇലാഹില്ല എന്നുള്ള കാര്യം. എന്താ അതിൻ്റെ അർത്ഥം? റബ്ബിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിവിധ ഘടകങ്ങളാൽ കൂടിച്ചേർന്നവനല്ല. അള്ളാഹുവിൻ്റെ സത്ത പോലുള്ള ആർക്കൊന്നും ഒരു സത്തയില്ല. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെ പോലുള്ള ഒരു പ്രവർത്തനമില്ല. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പോലുള്ള ആർക്കൊന്നും, അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ പോലുള്ള ആർക്കൊന്നും ഗുണങ്ങളില്ല. അതുകൊണ്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ. അവന് മാത്രമേ നിങ്ങൾ ദൈവമായിട്ട് അള്ളാഹുവായിട്ട് ആരാധിക്കാൻ പാടുള്ളൂ. ഇതാണ് പ്രവാചകന്മാരുടെ സന്ദേശത്തിൻ്റെ ആകത്തുക. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ സമൂഹങ്ങളിൽ കഴിഞ്ഞു പാലിക്കുന്ന ആളുകളൊക്കെ തന്നെ അവർ അള്ളാഹു ആണ് എന്നുള്ള വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ദൈവമാണെന്നുള്ള വിശ്വാസത്തിൽ അവർ പലതിനെയും ആരാധിച്ചിരുന്നു. എന്നാൽ അള്ളാഹു എന്ന് പറയാൻ, ഇലാഹ് എന്ന് പറയാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. കാരണം അള്ളാഹു മറ്റുള്ളവർ അവതരിച്ചു എന്നോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കഴിവുകളൊക്കെ ചില ആളുകൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെന്നോ എന്നുള്ള വിശ്വാസം ഒന്നും ഇതിൽ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കഴിവുകളൊക്കെ മറ്റു ചിലർ കൊടുത്തിരിക്കുന്നത് അവന്റെ അനുമതി പ്രകാരമാണ്. അതൊക്കെ പരിമിതിയുള്ളതാകുന്നു. അതുകൊണ്ട് അവർ ദൈവമാകുന്നില്ല. അതൊക്കെ ഇപ്പൊ അള്ളാഹുവിന്റെ പ്രത്യേകമായിരിക്കുന്ന കഴിവുകൾ തന്നെ ചില അള്ളാഹുവിന്റെ അടിമകൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടൊക്കെ കാണാം ഇതിനില്ല, ബിമശീഅത്തില്ല എന്നൊക്കെ കാണാം അല്ലേ. റബ്ബിന്റെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന ചില പ്രവർത്തനങ്ങൾ, ചില ഫീലുകൾ അവന്റെ അടിമകളിലേക്ക് ചേർക്കുമ്പോൾ അവിടെ നമുക്ക് എന്ത് കാണാറിയോ? ഇതിനില്ല എന്ന് കാണാം. ഉദാഹരണമായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന ഉഹിയിൽ മൗത്ത, ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും. ഇതിനില്ല, അള്ളാഹുവിന്റെ ഇതിന് കൊണ്ട്. അപ്പോൾ അള്ളാഹുവിന് മാത്രം കഴിവുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അത് മറ്റ് ഒരാളിലൂടെ അള്ളാഹു ചെയ്യിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് കൊടുക്കുമ്പോൾ ഇതിനില്ല, അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന അനുമതി കൊണ്ടാണ് എന്ന് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതെന്തിനു വേണ്ടിയാണ്? ഇയാളുടെ സ്വന്തം കഴിവല്ല. സ്വന്തം കഴിവാകുമ്പോൾ ഇയാൾ എന്തായി ദൈവമായി തീർന്ന്, അതങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല എന്ന് അവിടെ പ്രത്യേകമായി അറിയിക്കാൻ വേണ്ടിയാണ് ഇതിനില്ല ദഫ്അൻ ലിഇഹാമി അൽ ഉലൂഹിയ്യത്തി എന്നൊക്കെ തഫ്സീറുകളിൽ കാണാം. എന്തിനുണ്ട്? ഇന്നമാ ഖററ ഇതിനില്ല. ഈസാ നബി അലൈഹി സ്വലാം ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുമെന്നും ജന്മന അന്ധനും അതുപോലെ തന്നെ
കുഷ്ഠവും വെള്ളപ്പാണ്ടുമുള്ളായിരിക്കുന്ന രോഗികളൊക്കെ ഞാൻ തൊട്ട് സുഖപ്പെടുത്തുമെന്നൊക്കെ പറയുമ്പോൾ അവിടൊക്കെ എന്തുകൂടി കാണാം നമുക്ക്? ബി ഇതിന് റബ്ബീന്നോ അല്ലെ ബി ഇതിനില്ലാന്നോ, ബി ഇതിനി എൻ്റെ ഇതിന് കൊണ്ട് എന്ന് അള്ളാഹുവോ, അല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാം തന്നെ അള്ളാഹുവിൻ്റെ അനുമതി കൊണ്ട് എന്നൊക്കെ പറഞ്ഞത് കാണാം. അതെന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ കഴിവ് കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്, എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടല്ല. സ്വന്തം കഴിവ് കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഒരുത്തൻ ഇലാഹാവുക. അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ ഇതിന് കൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇലാഹല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ അത് പ്രയോഗിച്ചത് കാണാം. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞതായിട്ട് ഖുർആൻ ഉദ്ധരിച്ചതും കാണാം. അതാണ് നമ്മൾ സുന്നത്തെ ജമാഅത്ത് പറയുന്നത്. സ്വയം കഴിവ് കൊണ്ട്, അതായത് ഒരാൾ സ്വന്തം ആ നിലക്ക് ഇന്നാലിന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ ദൈവമാണെന്ന് വിശ്വസിക്കുന്നത് എന്താണ്? അതിന് കാരണം ഈസാ നബി അലൈഹി സ്വലാം സ്വന്തം കഴിവ് കൊണ്ടാണ്, ഈസാ നബി ദൈവം തന്നെയാണ്, ഈസാ നബിയുടെ സ്വയം കഴിവ് കൊണ്ടാണ് മരിച്ചവരെ ജീവിപ്പിച്ചത്, കുഷ്ഠം മാറ്റിക്കൊടുത്തിരിക്കുന്നത്, ജന്മകുരുടന്മാരെ തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുന്നതൊക്കെ സ്വന്തം കഴിവ് കൊണ്ടാണ് എന്നവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് മുശ്രിക്കാണ്, അവർ യേശുവിനെ ഇലാഹാക്കി എന്ന് പറയാൻ കാരണം. അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ടാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മളെന്താ, ഈസാ നബിയുടെ വിശ്വാസം നമുക്ക് ശരിയായ വിശ്വാസമാണ്, അത് അതിര് കടന്ന വിശ്വാസമല്ല. അതെന്തുകൊണ്ട്? റബ്ബ് കൊടുക്കുന്ന കഴിവ് കൊണ്ടാണ്, റബ്ബ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കഴിവ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് നാം വിശ്വസിക്കുന്നു. ഇതാണ് വ്യത്യാസം. അപ്പോൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവന് മാത്രം കഴിയുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ അവൻ്റെ മറ്റ് സൃഷ്ടികളിലേക്ക് ചേർത്ത് പറയുമ്പോൾ അവിടെ എന്ത് കാണാം നമുക്ക്? ഇതിനില്ല എന്ന് പ്രത്യേകം പറഞ്ഞത് കാണാം. ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെ എന്താ പഠിപ്പിച്ചത്? അവരെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നാണ് പഠിപ്പിച്ചത്. വഹദാനിയത്ത്, അള്ളാഹുവിന് വഹദാനിയത്ത്. അപ്പോൾ അള്ളാഹുവിന് വഹദാനിയത്ത് എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ? അള്ളാഹുവിന് വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനെ പോലെയല്ല, സൃഷ്ടിയെ പോലെയല്ല, അവന്റെ സത്തയെ പോലുള്ളായിരിക്കുന്ന ഒരു സത്തയില്ല, അവന്റെ പ്രവർത്തനങ്ങളെ പോലുള്ള പ്രവർത്തനമില്ല, അവന്റെ ഗുണങ്ങളെ പോലുള്ള ഗുണങ്ങളില്ല. ഇത് ആരോടൊക്കെ പറയേണ്ടി വന്നു? ജൂതന്മാരോട് പറയേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? അവര് വലിയ ഈ ലോകത്തെ ഏറ്റവും വലിയ മുജസ്സിമത്തുകളാണ് ജൂതന്മാർ. അവര് മനുഷ്യനെ പോലെ തന്നെ യാക്കോബുമായി കൊണ്ട് ദൈവം മൽപിടുത്തം പിടിച്ചു എന്നൊക്കെയല്ലേ പറയുന്നത് അല്ലേ? അവരുടെ ഈ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായ ബൈബിളിലൊക്കെ എന്ത് കാണാം? യാക്കൂബ് നബിയുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മൽപിടുത്തം പിടിച്ചു, അങ്ങനെ അള്ളാഹുവിനെ മലർത്തി അടിച്ചു എന്നൊക്കെ ഇങ്ങനെ പല അസംബന്ധങ്ങളും അവരുടെ വേദങ്ങളിൽ ഉള്ളതായി നമുക്ക് കാണാം. ഇതൊക്കെ എന്തുകൊണ്ട്? ദൈവം എന്നുള്ളത് മനുഷ്യനെ പോലെ മനുഷ്യനോട് സാദൃശ്യപ്പെടുത്തി മുജസ്സിമത്തുകളാണ്, അല്ലെ മുഷബ്ബിഹത്തുകളാണ് യഥാർത്ഥത്തിൽ ജൂതന്മാര്. അപ്പോൾ ഇങ്ങനെ വിശ്വസിക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു ജനവിഭാഗത്തോട് എന്താ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്? ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു തആല ഏകനാവുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ കണ്ട് ഇലാഹില്ല എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല റബ്ബിന്റെ വഹദാനിയത്ത് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക. എങ്ങനെയാണ് വഹദാനിയത്ത് വിശദീകരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സത്തയെ പോലുള്ള സത്തയില്ല. അപ്പം അവനെ പോലെ മനുഷ്യന്മാരെ പോലെ അവനെ പോലെ മനുഷ്യന്മാരാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. അവന്റെ സത്തയെ പോലെ ഒരു സത്തയില്ല, അവന്റെ ഗുണങ്ങളെ പോലെ ഒരു ഗുണമില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത്, അവന്റെ പ്രവർത്തനങ്ങളെ പോലെ പ്രവർത്തനമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളുമായിട്ട് തുല്യതപ്പെടുത്തുക എന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല. അവന് എല്ലാ സൃഷ്ടികളോടും എതിരുള്ളവനാകുന്നു. മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി മിൻ കുല്ലി വുജൂഹ്, എല്ലാ നിലക്ക് നോക്കുകയാണെങ്കിൽ അവന്റെ സൃഷ്ടികളുമായിട്ട് അവൻ എതിരുള്ളവനായിരിക്കണം എന്നുള്ള പരിശുദ്ധമായ തൗഹീദ് ആണ് ലോകത്ത് പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സത്തയെ പോലെ സത്തയില്ല, അവന്റെ ഗുണങ്ങളെ പോലെ ഗുണങ്ങളില്ല, അവന്റെ പ്രവർത്തനങ്ങളെ പോലെ പ്രവർത്തനമില്ല. അതുകൊണ്ട് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളത് അതിന് ലാസിമ. ഇങ്ങനെ അള്ളാഹിനെ സംബന്ധിച്ച് അങ്ങ് ജനങ്ങൾക്ക് അന്ന് വിശദീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ, അവനെ പോലുള്ള ഒന്നിനെയും നമുക്ക് കാണാൻ സാധ്യമല്ല. ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിന്റെ സമീയ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമോ എന്നാ ചോദിക്കുന്നത്. സമീ എന്ന് പറഞ്ഞാൽ തുല്യമായ പേരുള്ളത്, അല്ലെ ഷബീഹ് എന്നൊക്കെ നമുക്ക് തഫ്സീറുകൾ കാണാം. എന്ന് വെച്ചാൽ റബ്ബിനിക്ക് സമീയായ തുല്യവാനായിരിക്കുന്ന ഒന്നുമില്ല. അതുകൊണ്ട് അള്ളാഹുവായിട്ട് അള്ളാഹിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹു എന്ന് കരുതിക്കൊണ്ട് അവനല്ലാതെ മറ്റൊരു വസ്തുവിനെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. ഇതാണ് യഥാർത്ഥ വഹദാനിയത്ത്. ആ വഹദാനിയത്ത് നാം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാകുമ്പോൾ നാം മുവഹിദുകൾ ആയിത്തീരുന്നു. ഇതാണ്. അപ്പോൾ തൗഹീദ് എന്നുള്ളത് നമ്മുടെ
പിന്നെ സിഫത്താ, സൃഷ്ടികളുടെ സിഫത്താ തൗഹീദ് എന്നുള്ളത്. അള്ളാഹുവിന്റെ സിഫത്ത് വഹദാനിയത്താകുന്നു. ഈ വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കി കഴിഞ്ഞ് അവന്റെ അഫ്ആല് സിഫാത്ത് ദാത്തിലൊക്കെ അവൻ അവിഭാജ്യമാകുന്നു, അല്ലെങ്കിൽ അവനോട് തുല്യമായിരിക്കുന്ന ഒരു ഷബീഹില്ല, ഒരു സെമിയില്ല എന്ന ഒരർത്ഥമാണ് നാം മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫത്തുകൾ തമ്മിൽ എന്തില്ല, സിഫത്തുകൾ അനവധിയില്ല. ഇതും അതിൻ്റെ അർത്ഥാട്ടോ. നിങ്ങളെ ഈ വഹദാനിയത്ത് എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ സിഫത്തിൽ എങ്ങനെ വഹദാനിയത്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടർത്ഥം അവിടെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദാത്ത് വിവിധ ഘടകങ്ങളാൽ കൂടി ചേർന്ന, കൈ കാല് തുടങ്ങിയതായിരിക്കുന്ന ഘടകങ്ങൾ കൂടി ചേർന്നതുമല്ല എന്നുള്ള ഒരർത്ഥം. പിന്നെ അള്ളാഹുവിന്റെ സത്ത പോലെ മറ്റൊരു സത്ത ഇല്ല എന്നുള്ള, അങ്ങനെ രണ്ടർത്ഥമാണ്. അതുപോലെ തന്നെ സിഫത്തിന് കൊടുക്കണം. അള്ളാഹുവിന്റെ സിഫത്ത് പിന്നെ വിവിധ ഘടകങ്ങൾ കൂടി ചേർന്നതായിരിക്കുന്ന ഒന്നല്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫത്ത് പോലായിരിക്കുന്ന മറ്റൊരു സിഫത്ത് സൃഷ്ടികൾക്ക് ആർക്കും ഉണ്ടാവില്ല. സൃഷ്ടികൾക്കാർക്കും അങ്ങനെ ഒരു സിഫത്ത് ഉണ്ടാവില്ല എന്ന്, അങ്ങനെ ഒരു അർത്ഥം. അള്ളാഹിന്റെ സിഫത്ത് പോലെ ഒരു സിഫത്ത് ഉണ്ടാവില്ല. പിന്നെ അള്ളാഹിന്റെ സിഫത്തിലൊരു വഹദാനിയത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് സിഫത്ത് അള്ളാഹു തആലാക്കില്ല. എങ്ങനെ രണ്ട് സിഫത്തില്ല എന്ന് വെച്ചാൽ, അള്ളാഹുവിനൊരു ഖുദ്റത്തുണ്ട്. അള്ളാഹുവിന് ഖുദ്റത്ത് എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട്. അതാ കഴിവുള്ളവനായിരിക്കുക. എന്ത് കഴിവുള്ളവനായിരിക്കുക? എല്ലാ മുംകിനോടും ബന്ധപ്പെടുന്ന, ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുള്ള ഒരു വസ്തുവിനോടെ അള്ളാഹു തആലാന്റെ ഖുദ്റത്ത് ബന്ധിക്കുള്ളൂ. അത് നമ്മൾ ശേഷം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മാനിയ സിഫത്ത് വരുമ്പോൾ നമുക്കത് വിശദീകരിക്കാം. അള്ളാഹുവിന് ഒരു ഖുദ്റത്തേ ഉള്ളൂ. അള്ളാഹുവിന് ഒരു ഖുദ്റത്തേ ഉള്ളൂ. രണ്ട് തരം ഒരു ഖുദ്റത്തില്ല. ഒരു ഖുദ്റത്തിനെ മറ്റൊരു ഖുദ്റത്ത് കൊണ്ട് പൂർത്തീകരിച്ച് കൊടുക്കുന്നത് ആ രണ്ട് സൈസ് ഖുദ്റത്തില്ല. അള്ളാഹുവിന് ഒരു ഖുദ്റത്തേ ഉള്ളൂ. അതായത് അള്ളാഹുവിന്റെ സിഫത്തിൽ വഹദാനിയത്ത് ഉണ്ടായിരിക്കണം. ഒരേ ഒരു സിഫത്തുകള്. അള്ളാഹുവിന് ഒരേ ഒരു ഇറാദത്തേ ഉള്ളൂ. ആ ഒറ്റ ഇറാദത്ത് കൊണ്ട് എല്ലാം അവൻ ഉദ്ദേശിക്കുന്നു. ഒരേ ഒരു ഖുദ്റത്ത് കൊണ്ട് എല്ലാറ്റിനും അവന് കഴിവുള്ളവനാകുന്നു. ഒരേ ഒരു കലാമ് കൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും അവന് സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഒരേ ഒരു സമയം കൊണ്ട് എല്ലാറ്റിനെയും അവന് കേൾക്കുന്നു. ഒരേ ഒരു ബസർ എന്ന് പറയുന്ന സിഫത്ത്, കാഴ്ച എന്ന് പറയുന്ന സിഫത്ത് കൊണ്ട് എല്ലാറ്റിനെയും അവൻ കാണുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ സിഫത്തുകൾക്കും ഒരു എന്തുണ്ട്, അവിഭാജ്യതയുണ്ട്. അതും എന്തല്ല, പിന്നെ ഒരുപാട് ഖുദ്റത്ത് അള്ളാഹു തആലാക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റൂല. ഒരുപാട് ഖുദ്റത്ത് ഉണ്ടെന്ന് ഒരൊറ്റ ഖുദ്റത്ത് അള്ളാഹു തആലാക്കുള്ളൂ. ഒരൊറ്റ ഇൽമേ അള്ളാഹു തആലാക്കുള്ളൂ. നിരവധി ഇൽമുകളുണ്ടോ? ഇല്ല. മാലൂമുകളാണ് ഒരുപാടുണ്ട്. മാലൂമാത്തുകൾ, അറിയപ്പെടുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ അള്ളാഹുവിന് ഖുദ്റത്ത് ബന്ധിക്കുന്ന കാര്യങ്ങൾ ലോകത്ത് അനവധിയാണ്. അതായത് റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ ഖുദ്റത്ത് ബന്ധിക്കുന്നതാണ് ഈ ലോകത്തുള്ള മുംകിനാത്ത് മുഴുവനും. ഈ ലോകം മുഴുവൻ അള്ളാഹുവിന് ഖുദ്റത്ത് ബന്ധിക്കുന്നതാകുന്നു. അപ്പോ അത് ബന്ധിക്കുന്ന മുതഅല്ലഖാത്തുകൾ നിരവധി ഉണ്ടെങ്കിലും റബ്ബിന്റെ സിഫത്തുകളൊക്കെ ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണിപ്പോൾ ഈ വഹദാനിയത്തിൽ ഇങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. അള്ളാഹുവിന്റെ സിഫത്തുള്ള വഹദാനിയത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഗുണങ്ങളെ പോലായിരിക്കുന്ന ഒരു ഗുണങ്ങൾ ഉള്ള വ്യക്തിയില്ല എന്നും, അള്ളാഹുവിന്റെ ഗുണങ്ങൾക്കൊക്കെ ഒറ്റ അഹദിയത്ത് എന്ന് പറയുന്ന, അതായത് ഒരു ഗുണം മാത്രം, ഇറാദത്താവട്ടെ, ഖുദ്റത്താവട്ടെ, സംആവട്ടെ, ബസറാവട്ടെ, അതുപോലെ തന്നെ ഇൽമാവട്ടെ, ഹയാത്താവട്ടെ, ഏത് സിഫത്ത് എടുത്താലും അതിനൊക്കെ ഏത് വേണം? ഒരു അഹദിയത്ത് എന്ന് പറയുന്ന ഒരു ഗുണം അതിനക്ക് നാം വെച്ചു കൊടുക്കേണ്ടതുണ്ട്. എങ്കിലേ നമ്മുടെ വിശ്വാസം ശരിയാവുകയുള്ളൂ. അതാ പഴയ കിതാബിലൊക്കെ, അഖീദന്റെ കിതാബിലൊക്കെ പറയുന്നത് ഖുദ്റത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? സിഫത്തുൻ, അബദിയത്തുൻ, അസലിയത്തുൻ, അഹദിയത്തുൻ. കണ്ടങ്ങൾ ഈ മൂന്നും കൂടി ചേർത്താ പറയാം. അള്ളാഹുവിന് ഖുദ്റത്ത് എന്ന് പറഞ്ഞ സിഫത്തുണ്ട്. എന്താ ഈ ഖുദ്റത്തിന്റെ സിഫത്തിന്റെ അർത്ഥം? അത് സിഫത്തുൻ, അസലിയത്തുൻ, അബദിയത്തുൻ, അഹദിയത്തുൻ. ഈ മൂന്ന് കൂടി ഉള്ള ഏത് സിഫത്ത് എടുത്തോളൂ, അള്ളാഹിന്റെ മാനിയ സിഫത്ത് ഏത് നിങ്ങൾ എടുത്തോളൂ, അതിന് ഈ മൂന്നെണ്ണം അത്യാവശ്യ. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അഹദിയത്ത്, അബദിയത്ത് എന്ന് പറഞ്ഞു, അല്ല അസലിയത്ത്. നമ്മൾ പിന്നെ വേറൊരു പദത്തിൽ നമ്മൾ കഴിഞ്ഞു പോയതാ. അള്ളാഹു അവന്റെ ദാത്തും സിഫാത്തും ഒക്കെ ഖദീമായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അള്ളാഹുവിന് ഖുദ്റത്ത് എന്ന് പറയുന്ന എല്ലാറ്റിനും കൈവള്ളവനായിരിക്കുക. എല്ലാ മുംകിൻ ആ സംഗതി അത് ഉണ്ടാക്കാനും ഇല്ലാതിരിക്കാനും കൈവുള്ളവനായിരിക്കുക എന്നുള്ള ഒരു സിഫത്ത് അള്ളാഹു തആലാക്കുണ്ട്. ആ സിഫത്ത് അസലിയാണ്, പണ്ടേ ഉള്ളതാണ്. എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, പണ്ട് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ പറഞ്ഞ ഭാഷയുടെ പരിമിതിയാണ്, മനസ്സിലാവാൻ വേണ്ടി പറയുന്നു മാത്രം. അള്ളാഹുവിന്റെ സത്തയോട് കൂടെ തന്നെ അവന്റെ സിഫത്തും ഖദീമാകുന്നു. സിഫാത്തുഹു ഖദീമത്തുൻ, റബ്ബിന്റെ സിഫത്തുകളും ഖദീമ. അപ്പോൾ അള്ളാഹു തആല സത്ത ഉണ്ടായി കുറെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഖുദ്റത്ത് എന്നുള്ള ഗുണം ഉണ്ടായതെന്ന് പറയാൻ പറ്റില്ല. അള്ളാഹുവിന്റെ സത്തയോട് കൂടെ തന്നെ, സത്തയോട് കൂടെ തന്നെയാകുന്നു അവന് ഖുദ്റത്ത് എന്ന് പറയുന്നതായ അവന് സിഫത്തും ഉള്ളത്. അതാണ് അസലിയത്ത്.
അതിന് ഉണ്ടായതിന് തുടക്കമില്ല. അള്ളാഹുവിന് ഖുദ്റത്ത് ഉണ്ടായതിന് തുടക്കമില്ല, അസ്ലിയത്തിന്റെ അർത്ഥം. അബദിയത്ത് എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിന് ഖുദ്റത്ത് എന്ന് പറയുന്ന ഈ സംഭവം അത് നിലനിൽക്കുന്നതിന് അത് ഉണ്ടാവുന്നതിന് ഒരു അവസാനവുമില്ല. അള്ളാഹിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ഖദീം ബക്കാവ് എന്നുള്ളതൊക്കെ, അതൊക്കെ തന്നെ അവന്റെ സിഫത്തിനും ബാധകമാണ്. റബ്ബിന്റെ സിഫത്തിനും ഇത് ബാധകമാണ്. അള്ളാഹു എന്നും ഖദീമാകുന്നു, അവന്റെ സിഫത്തുകളും ഖദീമാകുന്നു. അള്ളാഹു ബാക്കിയാകുന്നു, അവന്റെ സിഫത്തുകളും ബാക്കിയാകുന്നു. മനസ്സിലായില്ലേ? അതാണ് അസലിയത്ത് അബദിയത്ത്. നമ്മൾ ബാധിരൊക്കെ കേൾക്കാറുണ്ട് അള്ളാഹുവിന്റെ അസലിയ ഖലാ എന്ന്, അല്ലേ? അള്ളാഹുവിന്റെ അസലിയ ഖലാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വ തആല പണ്ട് ഈ ലോകമൊക്കെ പടക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു തആല വിധിച്ചല്ലോ, അള്ളാഹുവിന്റെ വിധിയാണ്. അതാണ് പിന്നെ അസലിയ ഖലാ. അബദി എന്ന് പറഞ്ഞാൽ എന്നും എന്നുമുള്ളത്. പിന്നെ അഹദിയത്ത് ആണ്ടോ, അള്ളാഹുവിന്റെ ഏത് സിഫത്ത് എടുത്താലും ഈ മൂന്നെണ്ണമാണ്: അസലിയത്ത്, അബദിയത്ത്, അഹദിയത്ത്. അതാണ് വഹദാനിയത്ത് എന്ന് പറയുന്ന സിഫത്ത്. അതിനർത്ഥം എന്താണ്? അതെന്തുണ്ടാൻ പാടില്ല? അള്ളാഹുവിന്റെ സിഫത്തുകൾക്ക് തുല്യമായിരിക്കുന്ന മറ്റൊരു സിഫത്തുള്ള വ്യക്തികൾ ഈ ലോകത്ത് ഉണ്ടാവില്ല, പ്രപഞ്ചത്തിൽ ഉണ്ടാവാൻ പാടില്ല. പ്രവാചകന്മാർക്ക് പോലും, ഒരു പ്രവാചകനും ഒരു മുഖറബായ മലക്കിനും ഒരു മലക്കിനും ഉണ്ടാവാൻ പാടില്ല, ഒരു പ്രവാചകനും അള്ളാഹുവിന്റെ സിഫത്ത് പോലുള്ള സിഫത്ത് ഉണ്ടാവാൻ പാടില്ല. ഈ വിശ്വാസമുള്ള നമ്മളെങ്ങനെ ആർക്കാ മുശ്രിക്കാക്കാൻ സാധിക്കുക? ഈ വിശ്വാസമുള്ള ഒരു സുന്നി സമൂഹത്തെ ആർക്ക് ശിർക്ക് ആരോപിക്കാൻ സാധിക്കും? അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ പോലുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങളില്ല എന്ന് വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ ഗുണങ്ങളെ പോലുള്ള ഗുണങ്ങളില്ല എന്ന് ഒരു മുഖറബ മലിക്കിനുമില്ല, ഒരു മുർസലായ ഒരു നബിയിനുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ എങ്ങനെ ശിർക്ക് ആരോപിക്കാൻ സാധിക്കുമെന്ന് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളതാ പറഞ്ഞു, ഇവർ ഈ ശിർക്ക് ആരോപിക്കുന്നവർക്ക് ശിർക്ക് എന്താണെന്ന് അറിയില്ല. ശിർക്ക് ആരോപിക്കുന്നവർക്ക് ശിർക്ക് എന്താണെന്ന് അറിയില്ല. തൗഹീദും പിന്നെ ഈ തൗഹീദിന്റെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ബാനർ കെട്ടി നടക്കുന്ന ആളുകൾക്ക് തൗഹീദ് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടല്ല ഇപ്പം അതിന്റെ പേരിൽ തന്നെ ഇവർ കടിപിടി കൂടിയത്. അതുകൊണ്ടല്ലേ ഇവർക്ക് ഇപ്പം തൗഹീദ് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് മറ്റുള്ളവരെ തൗഹീദ് പഠിപ്പിക്കാൻ ഇവർ ശ്രമിച്ചു. പക്ഷേ ഇവർ സ്വയം തൗഹീദ് പഠിച്ചില്ല. മറ്റുള്ളവരെ ശിർക്ക് ആരോപിക്കാൻ ഇവർ ശ്രമിച്ചു. പക്ഷേ ഇവർ ശിർക്ക് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയത് അകറ്റി നിർത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവർ ഏത് തന്നെയാണുള്ളത്? പ്രവാചകന്മാർ, ലോകത്ത് 1,24,000 പ്രവാചകന്മാർ മുഴുവനും തൗഹീദും ശിർക്കും പഠിപ്പിച്ച് കഴിഞ്ഞ ആ സമൂഹം ഇവിടെ പിന്നെ അവസാനത്തെ പ്രവാചകൻ, നമ്മളെ ഈ സമൂഹം അല്ലാത്ത മറ്റെല്ലാ സമൂഹം ഇവിടെ നശിച്ചു കഴിഞ്ഞ്. പ്രവാചകന്മാർ 1,24,000 അവിടെ കടന്നു കഴിഞ്ഞു പോയി. അവർ പഠിപ്പിച്ച് തീർന്ന ഒരു വിഷയമാണ്. അവർ എല്ലാ ജനങ്ങളെ പഠിപ്പിച്ച് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തീരുമാനിക്കപ്പെട്ട വിഷയമാണ്. പക്ഷെ ഇവർക്ക് ഇന്നും അത് തീരുമാനമായിട്ടില്ല. ഏതാണ് ശിർക്ക്, ഏതാണ് തൗഹീദ്? ജിന്നിനെ വിളിച്ചാൽ അത് തൗഹീദ് ആകുമെന്നൊരു ജിന്നിനെ വിളിക്കുന്നത് കൊണ്ട് ശിർക്ക് വരില്ല എന്നൊരു കൂട്ടർ, അല്ല ജിന്നിനോട് വിളിച്ചാൽ തന്നെ ശിർക്കാകുമെന്നൊരു കൂട്ടർ. അപ്പോൾ ഇവർക്ക് തൗഹീദ് എന്താണ് ശിർക്ക് എന്താണ് തിരിഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും ലളിതമായിരിക്കുന്ന ഒരു ഇതിൻ്റെ വിലയിരുത്തൽ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ മറ്റുള്ളവരെ മുശ്രിക്കാക്കാനും മറ്റുള്ളവരെ തൗഹീദ് പഠിപ്പിക്കാനും വേണ്ടി ശ്രമിക്കുന്ന ഇവർക്ക് തന്നെ ശിർക്കും തൗഹീദും എന്താണെന്ന് അറിയാത്ത ഒരവസ്ഥാവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ശരിയായ ഉറവിടത്തിൽ നിന്ന് അതായത് പഠിക്കുന്നതിൽ മൻഹജ്, ഈ മൻഹജ് ഉണ്ടല്ലോ, നമ്മൾ ഓരോ അഖീദ സ്വീകരിക്കാൻ അതിന് ഓരോ മസ്ദറുകളുണ്ട്. ആ മസ്ദർ അത് എങ്ങനെയായിരിക്കണം അഖീദ പഠിക്കേണ്ടത്? നമ്മളെ അശരി ഉലമാക്കൾ എന്ത് പറയുന്നുണ്ട്? പിന്നെ മസാദുർ തലഖി എന്നാണ് ഇതിന് പറയാ. അഖീദ പഠിക്കേണ്ടേ നമ്മുടെ അറിവ് നാം ഏത് ഉറവിടത്തിൽ നിന്നാണ്, ഏത് സ്രോതസ്സിൽ നിന്നാണ് നാം അത് സ്വീകരിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം നാം അതിന് സ്വീകരിക്കേണ്ടത്? അതിന് മൻഹജ് എന്നും പറയും. അത് എവിടെ നിന്നായിരിക്കണം, എന്തെല്ലാം കാര്യമായിരിക്കണം നാം അത് നമ്മുടെ പിന്നെ സ്രോതസ്സുകളായ നമ്മുടെ ലക്ഷ്യങ്ങളായി നാം സ്വീകരിക്കേണ്ടത്? അറിവിനെ നാം എവിടെ നിന്ന് എടുക്കണം? ഇതിനൊക്കെ നമുക്ക് വ്യക്തമായ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് ശരിക്കും പഠിച്ച ഉലമാക്കളെ വക്കെന്നാണ് നമ്മൾ തൗഹീദ് പഠിച്ചത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിൽ കിടന്നു ഉയരേണ്ട കാര്യമില്ല. എത്ര തമ്മിൽ തല്ലുണ്ടായി, എത്ര അടിയും പിടിയും ഉണ്ടായാലും, എത്ര ഭിന്നിച്ചാലും, പല കക്ഷികളായി പിരിഞ്ഞാലും തൗഹീദും ശിർക്കിന്റെ വിഷയത്തിൽ സുന്നികൾ എന്ന് അറിയപ്പെടുന്നതായ ഒരു വിഭാഗവും ഇന്ന് തർക്കിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അതിലവർ അടിയുറച്ചവരാണ്, അതിലവർക്ക് സംശയമില്ല. മറ്റുള്ളവരല്ല, അവര് മറ്റുള്ളവരെ ഈ തൗഹീദും ശിർക്കും പഠിപ്പിക്കാൻ നിന്നതുകൊണ്ട് തന്നെ അത് അവർക്ക് പിന്നെ പഠിപ്പിക്കാൻ അവർ ശ്രമിച്ചു, അവർ സ്വയം പഠിച്ചില്ല. ഇതാണ് അവർക്കുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഏതായിരുന്നാലും, അപ്പോൾ അള്ളാഹുവിൻ്റെ ഏത് സിഫത്ത് എടുത്ത് പരിശോധിച്ചാലും അതിൽ ഈ 3 കാര്യം വേണം.
അത് ആ സിഫത്ത് ഉണ്ടായതിന് ഒരു തുടക്കമില്ല എന്നർത്ഥമുള്ള അസലിയത്ത് എന്ന് പറയുന്ന ഒന്ന് അതിലുണ്ടായിരിക്കണം. ആ സിഫത്തിന് ഒരു അവസാനമില്ല എന്ന അർത്ഥം കുറിക്കുന്നതായ അബദിയത്ത് അതിലുണ്ടായിരിക്കണം. ആ സിഫത്ത് പോലെ ഒരു സിഫത്തില്ല, ആ സിഫത്ത് ഒന്നിലധികമില്ല എന്ന അർത്ഥത്തിന് അഹദിയത്ത് എന്ന് പറയുന്ന ഒരു ഗുണം കൂടി അതിലുണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഏത് സിഫത്തെടുത്ത് പരിശോധിച്ചാലും അഹദിയത്ത്, അബദിയത്ത്, അസലിയത്ത്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ വഖായിമുൻ ഗാനി വവാഹിദു വഹൈ ഖാദിർ മുരീദുൻ ആലിമും ബികുല്ലി ഷൈഇ. അതാ വഖായിമുൻ, നമ്മൾ ഇന്നലെ സംസാരിച്ചു. വഖായിമുൻ ബിൻ നഫ്സ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നഫ്സിൽ നിലനിൽക്കുക. അള്ളാഹിനെ സംബന്ധിച്ച് നഫ്സ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലായി. പറ്റും എന്നുള്ളത് കൊണ്ടാണല്ലോ ഖായിമുൻ ബിൻ നഫ്സ് എന്നുള്ള സിഫത്ത് നമ്മൾ പഠിപ്പിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു അന്ത തഅലമു മാഫി നഫ്സി വല ആലമു മാഫി നഫ്സിക. നീ എൻ്റെ നഫ്സിലുള്ളത് നിനക്കറിയാം, നിന്റെ നഫ്സിലുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അള്ളാഹിനെ സംബന്ധിച്ച് നഫ്സ് എന്ന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഖായിമുൻ ബിൻ നഫ്സ്, സ്വയം ഒരു ഖിബാമുള്ളവനാവണം. അത് നമ്മൾ വിശദീകരിച്ചു. ഗനിയുൻ, ഇതും പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താ പിന്നെ ഗനി എന്ന് പറയുന്നതാണ് നിരുപാധികം, ഒന്നിലേക്കും ആശ്രയിക്കാത്തവൻ എന്നൊരർത്ഥം കൂടി ഏതിനുണ്ട് നമ്മുടെ പിന്നെ അള്ളാഹുവിൻ്റെ ഈ സെൽബിയ സിഫത്തുകൾക്കുണ്ട്. മനസ്സിലായില്ലേ? ഖായിം ഗനിയും മുത്തലഖാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇനി മറ്റൊരു സിഫത്തിലേക്ക് കടക്കാൻ നാം ഉദ്ദേശിക്കുന്നില്ല. വാഹിദ് എന്ന് പറയുന്ന വഹദാനിയത്ത്, ആ വഹദാനിയത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്ത്, സിഫാത്ത്, അഫ്ആല്, അവൻ്റെ സത്ത, അവൻ്റെ ഗുണങ്ങൾ, അവൻ്റെ പ്രവർത്തനങ്ങളെ പോലുള്ളായിരിക്കുന്ന പ്രവർത്തനങ്ങളില്ല. അതുപോലെ അവൻ്റെ ഗുണങ്ങൾ ഒന്നിലധികമില്ല എന്നും അവൻ്റെ സത്ത ഒന്നിലധികമില്ല എന്നും അവൻ്റെ അഫ്ആലുകളെ പോലുള്ള അഫ്ആലുകളില്ല എന്നൊക്കെ നാം പഠിച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിന്റെ വഹദാനിയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിലേത് ഉൾക്കൊണ്ട് തൗഹീദുൽ ഉലൂഹിയത്തും തൗഹീദുൽ റുബൂബിയത്തും തൗഹീദുൽ അസ്മാഇ വസിഫാത്തും ഒക്കെ ഉൾക്കൊണ്ട് അങ്ങനെ 3-4 പിന്നെ വിഭജിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കേണ്ട പ്രശ്നവും നമുക്കില്ല. അത് പിന്നെ ഭിന്നിപ്പിക്കുന്നവർ തൗഹീദ് ശരിക്കും മനസ്സിലാക്കാത്ത ആളുകളാണ്. ഇത്തരം ചില കാര്യങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കുറഞ്ഞ സമയം കൂടി, മിനിറ്റുകൾ കൂടി നമുക്ക് ബാക്കിയുണ്ട്. അതായത് ഇപ്പം പിന്നെ നമ്മുടെ അശ്അരി ഉലമാക്കൾ പറഞ്ഞ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ല 5 മിനിറ്റ് കൂടി ബാക്കിയുണ്ട് നമുക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാവണം എന്ന് പറഞ്ഞതിന്റെ തെളിവ്, ബുദ്ധിപരമായ തെളിവ് നമ്മൾ പറഞ്ഞിട്ടില്ല. ബുദ്ധിപരമായ തെളിവ് നോക്കാം. അള്ളാഹു തആല ഏകനാവണം എന്നുള്ളതിന് എന്താ ബുദ്ധിപരമായ തെളിവ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, അള്ളാഹു ഏകനല്ലെങ്കിൽ നമ്മൾ ആരും ഉണ്ടാവില്ല, ലോകവും ഉണ്ടാവില്ല, നമ്മൾ ആരും ഉണ്ടാവില്ല. അതാണ് എൻ്റെ സത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകൻ, അള്ളാഹു വഹദാനിയത്ത്, അവൻ്റെ സത്തയിലും അവൻ്റെ പ്രവർത്തനങ്ങളിലും അവൻ്റെ ഗുണങ്ങളിലും ഏകത്വം എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ ഈ ലോകം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, നമ്മളും ഉണ്ടാവില്ല. അപ്പോൾ ലോകമുണ്ട്, നമ്മളും ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ അള്ളാഹുവിൻ്റെ സത്തയെ പോലുള്ള ഒരു സത്തയില്ല, അവൻ്റെ അഫ്ആല്, പ്രവർത്തനങ്ങൾ, ഗുണങ്ങളെ പോലായിരിക്കുന്ന ഒന്നും ഇല്ല എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവാണ്. പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. ആകാശഭൂമികളിൽ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു അല്ലാതെ കണ്ട്, അത് ഖുർആനിൽ തന്നെ പറഞ്ഞ അഖ്ലിയ തെളിവാണ്. ഖുർആനിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതെന്താണ്, നമുക്ക് അത് പിന്നെ നഖ്ലിയായ പ്രാമാണികപരമായ ഒരു തെളിവ് തന്നെ. പക്ഷെ ഖുർആനിൽ പറഞ്ഞത് തന്നെ എന്താകുന്നു? അത് ഒരു അഖ്ലിയ തെളിവാകുന്നു. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ നമ്മുടെ എന്താണ് റബ്ബിന്റെ വഹദാനിയത്ത്, അള്ളാഹു ഏകനാണ് എന്നുള്ളതിന്റെ ഒരു ബുദ്ധിപരമായ തെളിവും ചോദിച്ചാൽ ഒന്നിലധികം ഇലാഹു ഉണ്ടാകുമായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാവൂല. ഇതാണ്. ആ 2 ഇലാഹുകൾ തമ്മിൽ യോജിച്ച് പ്രവർത്തിച്ചാലും വേണ്ടില്ല. അങ്ങോട്ട് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. നമ്മൾ സങ്കല്പിക്കണേന് കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. അങ്ങനെ ഒരു സങ്കല്പം മൂലം പറയാം. പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ലൗ കാന ലിർറഹ്മാനി വലദുൻ ഫഅന അവ്വലുൽ ആബിദീൻ, അങ്ങനെയൊക്കെ കാണാലോ. അങ്ങനെ അതിനൊന്നും കുഴപ്പമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സന്താനമുണ്ടെങ്കിൽ ഞാനായിരിക്കും ആ സന്താനത്തെ ആദ്യം ആരാധിക്കുന്ന ആൾ എന്നാണ് അള്ളാഹു റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ സങ്കല്പിക്കാം. അള്ളാഹു തആലക്ക് മക്കൾ ഉണ്ടായിട്ടില്ല, മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാനായിരിക്കും ആ മക്കളെ ആദ്യം ആരാധിക്കുന്നവൻ
എന്നുള്ള സങ്കല്പത്തിലൂടെ പറഞ്ഞു നമുക്ക് പറയാം. അള്ളാഹു ഏകനാകുന്നു. അള്ളാഹു ഏകനല്ല എന്ന് സങ്കല്പിച്ചോളി. 2 ദൈവങ്ങളുണ്ടെന്ന് സങ്കല്പിച്ചു നോക്കുക. 2 എടുക്കുക. 2 എടുത്തിട്ട് ശരിയാകില്ല, മൂന്നാമത്തെ പോകേണ്ടേ ഉള്ളൂ. 2 ദൈവങ്ങളുണ്ട് എന്ന് സങ്കല്പിച്ചാൽ ആ 2 ദൈവങ്ങളും കൂടി തീരുമാനങ്ങളിലൊക്കെ ഏകോപിച്ചുകൊണ്ട് തീരുമാനിച്ചാലും പരസ്പരം എതിരാ നിലക്കുള്ള തീരുമാനമെടുത്താലും ഒരാളെ മറ്റൊരാളെ കവച്ചു വെച്ചുകൊണ്ട് നിർബന്ധിതാവസ്ഥയിൽ മറ്റൊരാൾക്ക് താഴ്ന്ന് കീഴ്പ്പെട്ടുകൊണ്ട് തീരുമാനമെടുത്താലും ഏത് നിലക്ക് നോക്കുകയാണെങ്കിലും 2 ദൈവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ലോകം ഉണ്ടാവൂല എന്നുള്ളത് ഉറപ്പാ. അതാ നമ്മൾ പറഞ്ഞു വരുന്നത്. ഒരൊറ്റ ഇലാഹല്ല. ഇത് വളരെ ദലീലു ഖത്ഈ എന്നാണ് നമ്മുടെ ഉലമാക്കള് പറഞ്ഞിരിക്കുന്നത്. ഏകോപിച്ചാൽ എന്താ കുഴപ്പമെന്നോ? ഏകോപിച്ചാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഒരാള് പിന്നെ ഒരു ദൈവം പറഞ്ഞ് നിങ്ങൾ അതുണ്ടാക്കിക്കോളൂ, ഞാനിതുണ്ടാക്കിക്കോളാം, നിങ്ങൾ സെയ്ദിനെ സൃഷ്ടിച്ചോളി എന്നൊരാൾ പറഞ്ഞ്, വേറെ മറ്റേ ദൈവം പറഞ്ഞ് ഞാൻ അമറിനെ സൃഷ്ടിച്ചോളാം. അങ്ങനെ ഓരോരുത്തരും എല്ലാവരെയും പിന്നെ ഒരു ദൈവം പറഞ്ഞ് നിങ്ങൾ ആകാശം സൃഷ്ടിച്ചോളൂ, ഞാൻ ഭൂമി സൃഷ്ടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആയാലെന്താ കുഴപ്പമെന്നാ ചോദ്യം. അപ്പം എന്തായി? എന്നാൽ അള്ളാഹു ഈ ഇലാഹിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ ഖുദ്റത്ത് എന്ന് പറയുന്നത്? ഖുദ്റത്ത്, കഴിവുള്ളവനായിരിക്കുക. എന്താ ഖുദ്റത്തിന്റെ അർത്ഥം? എല്ലാ വസ്തുവിനോടും അവന് ഖുദ്റത്ത് ബന്ധിക്കണം എന്നുള്ള, മുംകിനായിരിക്കുന്ന എല്ലാ വസ്തുക്കളോടും അവന്റെ കഴിവ് ബന്ധിക്കണം എന്നുള്ള. റബ്ബിന്റെ ഖുദ്റത്ത് എന്ന് പറയുന്നതായ ആ ഖുദ്റത്തിന്റെ താല്ലുക്ക് ഉമൂമാവണം. എന്ന് വെച്ചാൽ അവന്റെ ഒരു ദൈവത്തിന്റെ കഴിവ് എന്നുള്ളത് എല്ലാറ്റിനോടും ബന്ധിക്കാൻ പറ്റുന്ന എല്ലാത്തിനോടും ബന്ധിക്കണം. അപ്പൊ എന്തുകൊണ്ട് മറ്റേ ദൈവം ഒരു ആകാശം സൃഷ്ടിക്കാന്ന് പറഞ്ഞു? എന്തുകൊണ്ട് ഈ ദൈവത്തിന്റെ കഴിവ് ആകാശത്തെ കൊണ്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല? സാധിക്കാത്തത് എന്തോ ഒരു പോരായ്മ കൊണ്ടാണോ? പോരായ്മ കൊണ്ടാണെങ്കിൽ പോരായ്മ ഉള്ളവൻ ദൈവമാവാൻ പാടില്ലല്ലോ. എന്തുകൊണ്ട് ഇവന്റെ കഴിവ് മറ്റേ ദൈവം ഉണ്ടാക്കിയ വസ്തുവിനോട് ബന്ധിക്കുന്നില്ല എന്നുള്ള ചോദ്യം. അത് ബന്ധിക്കാത്ത എന്തുകൊണ്ടാ? അതെന്തോ പോരായ്മ ഉള്ളതാണോ? പോരായ്മ ഉള്ളവൻ ദൈവമാവൂല. അത് തന്നെയാണ്. അപ്പോൾ ഒരു നിലയ്ക്ക് ഇനി ഇത്തിഫാക്കായാലും 2 ദൈവങ്ങളും കൂടി തീരുമാനങ്ങളിലൊക്കെ ഇത്തിഫാക്കായി പോയാലും ഈ ലോകം ഉണ്ടാകാൻ പാടില്ല. ഇനി പിന്നെ ഒരാൾ എന്ത് കരുതി? ആകാശം സൃഷ്ടിക്കാന് ആര് കരുതി? ഒരു ദൈവം കരുതി. എന്നാൽ അതേ സമയത്ത് തന്നെ ആകാശം സൃഷ്ടിക്കാതിരിക്കാനും മറ്റൊരു ദൈവം കരുതി. ആരതാ ഉണ്ടാകുക അവിടെ? ഒരു ദൈവം കരുതുന്നു എന്ത്? പിന്നെ ആകാശം സൃഷ്ടിക്കണമെന്ന്. അതേ സമയത്ത് അതേ സെക്കൻഡിൽ തന്നെ അത് സൃഷ്ടിക്കാതിരിക്കണം, അത് ഉണ്ടാവാൻ പാടില്ല എന്ന് മറ്റേ ദൈവം കരുതുന്നു. ആരാ ഉദ്ദേശം അവിടെ നടപ്പിൽ വരുത്തുക? 2 ദൈവം ഉണ്ടെങ്കിൽ ഏത് ഉദ്ദേശം അവിടെ നടപ്പിൽ വരുത്തുക? ഏതെങ്കിലും ഒന്ന് നടക്കുവോ? ഒന്നും നടക്കൂല. കാരണം 2ഉം തുല്യ ശക്തികളാണ്. 2 ദൈവങ്ങളും തുല്യ ശക്തി ആയതുകൊണ്ട് തന്നെ ഒരു ദൈവം ആകാശം സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു, അതേ സമയത്ത് തന്നെ മറ്റേ ദൈവം അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുമെങ്കിൽ 2 ദൈവങ്ങളും തുല്യ ശക്തികളാണെങ്കിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അവിടെ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഉണ്ടാകാൻ പാടില്ല. കാരണം മറ്റേ ദൈവം എന്തായിട്ടുണ്ട്? ഉണ്ടാക്കാൻ കരുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതാ പറഞ്ഞത്, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളുണ്ടെങ്കിൽ 2ഉം ഫസാദ. ഒന്നും ഉണ്ടാവില്ല. അവിടെ നമ്മളുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളുണ്ട്, പ്രപഞ്ചമുണ്ട്. അതുകൊണ്ട് എന്ത് മനസ്സിലായി? 2 ദൈവമല്ല മനസ്സിലായി. 2 ദൈവമുണ്ട്, നമ്മളും ഉണ്ടാവില്ല, പ്രപഞ്ചം ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹു തആലാന്റെ വഹദാനിയത്ത് ബുദ്ധിപരമായിട്ട് നമുക്ക് നിങ്ങൾ ഏത് സങ്കല്പെടുത്തോളൂ. അത് നമ്മളിവിടെ പിന്നെ നമ്മളെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്, ലൗകാന മാഹു മുശാരികും ഫീ മുൽക്കിഹി ലസിമ ഇഖ്തിലാഫുൻ ഔ വിഫാഖുൻ ദാനി. അള്ളാഹുവിനോടുകൂടെ ഒരു മുഷാരിക്ക് ഫി മുൽക്കി, അവന്റെ അധികാരത്തിൽ പങ്കാളി ഉണ്ട് എന്ന് കരുതുകയാണെങ്കിൽ ലസിമ ഇഖ്തിലാഫുൻ ഔ വിഫാഖുൻ ദാനി, ഒന്നിരിക്കൽ 2 പേരും ഭിന്നിച്ചുകൊണ്ട് തീരുമാനമെടുക്കും, അല്ലെങ്കിൽ യോജിച്ചുകൊണ്ട് തീരുമാനമെടുക്കും. വഅതൽ ഫസാദു വലൈസ യൂജദു ഹാദിസുൻ ലിലുസൂമി അജ്സിം മുത്ലഖം ബിബയാനി. എന്തായാലും ഒന്നിച്ച് തീരുമാനമെടുത്താലും ഭിന്നിച്ച് തീരുമാനമെടുത്താലും ഈ ലോകമുണ്ടാവുക എന്നുള്ള ഫസാദാണ് ഇവിടെ വരിക. വലൈസ യൂജദു ഹാദിസൻ, ഒന്നും ഇവിടെ ഉണ്ടാവൂല. ലിലുസൂമി അജ്സിൻ മുത്ലഖൻ, കാരണം ഒരാൾ ഒരു സമയത്ത് ഉണ്ടാക്കാനും അതേ സമയത്ത് മറ്റാളുകൾ ഉണ്ടാവാതിരിക്കാനും കരുതിയാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഫസാദ് തന്നെ ഉണ്ടാവുകയുള്ളൂ.
വത്താലിബാത്തിലും ഫൽ മുഖദ്ദമു ബസ്ലുഹു വജ്ഹു തലാസിമി മാ തഖദ്ദമ ആനിൻ ഐ മിൻ ഉമൂമി തഅല്ലുഖിൽ ഇറാ. എന്താ കാരണം എന്ന് വെച്ചാൽ ഏത് ദൈവത്തിന്റെയും ഇറാദത്ത്, അവന്റെ ഇറാദത്ത് അതിനോട് ബന്ധിക്കണം, എല്ലാ മുമ്കിനോടും ബന്ധിക്കണം. മറ്റേ ദൈവം ഉണ്ടാക്കിയ വസ്തുവിനോട് ഈ ദൈവത്തിന്റെ ഇറാദത്ത് ബന്ധിക്കണം, കുദ്റത്ത് ബന്ധിക്കണം. എന്തുകൊണ്ട് ബന്ധിച്ചില്ല എന്ന് ചോദിച്ചാൽ കഴിവുകോട് കണ്ടാണോ? എന്നാ പിന്നെ ദൈവം പാടില്ല. അല്ല കഴിവുണ്ടായിട്ടും ബന്ധിച്ചില്ല എന്നാണോ? അതിനർത്ഥമല്ല, ബന്ധിക്കാതിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന ബുദ്ധിപരമായ തെളിവുകളെ കൊണ്ട് ഈ ലോകത്തിന് രണ്ട് സൃഷ്ടാക്കള്, രണ്ട് ദൈവങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിയമം വളരെ വ്യക്തമായി സലക്ഷ്യത്തോടെ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് ഉലമാഉൽ അശാഇറത്ത് ഇതിന് പറഞ്ഞതായിരിക്കുന്ന ഉദാഹരണം. അതിന് തെളിവ് ഏതാണ്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ശൈലി ഇതായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒക്കെ ശൈലി എന്ന് വെച്ചാൽ ബുദ്ധിപരമായ തെളിവുകൾ. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഇതാണ് എൻ്റെ റബ്ബ് എന്ന് പറയും, ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ ഇതാ എൻ്റെ റബ്ബ്. ചന്ദ്രൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇത് ആളിങ്ങനെ കുറച്ചു കാലം ഉണ്ടാവും, പിന്നെ അവിടുന്ന് നീങ്ങിപ്പോവും. കയറുക, ഇറങ്ങുക, ഉദിക്കുക, അസ്തമിക്കുക. ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കയറുന്നതും ഇറങ്ങുന്നതൊന്നും എൻ്റെ റബ്ബാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതിൻ്റെ ആകത്തുകഥ നമ്മൾ പറഞ്ഞതാണ്. അള്ളാഹു തആല കയറുക, ഇറങ്ങുക എന്നുള്ളതൊന്നും പിന്നെ പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചന്ദ്രൻ ഉദിച്ചു പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഫലമ്മ അഫലത്ത്, ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ ഇത് പിന്നെ എൻ്റെ റബ്ബല്ല, എൻ്റെ റബ്ബ് ഇതാവാൻ പാടില്ല. എന്തുകൊണ്ട്? ഉദിച്ചു അസ്തമിച്ചു പോകുന്നത്, സ്ഥാന ചലനം സംഭവിക്കുന്നത് എന്താൻ പാടില്ല? ഒരു ദൈവമാവാൻ പാടില്ല. അപ്പോ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നത്, അപ്പോൾ താഴോട്ട് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ സ്ഥാന ചലനം. അതെ. ഫലമ്മ ജന്ന അലൈഹിൽ ലൈലു റഅ കൗകബൻ ഖാല ഹാദാ റബ്ബി ഫലമ്മ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. രാത്രി ഇരുൾ മൂടിയപ്പോൾ ഒരു നക്ഷത്രത്തെ കണ്ടു. ഖാല ഹാദാ റബ്ബി, ഇതായിക്കോട്ടെ എൻ്റെ റബ്ബ് എന്ന്. സങ്കല്പാട്ടോ, ഇത് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനെ സംബന്ധിച്ച്, അള്ളാഹു അല്ലാത്തവനെ സംബന്ധിച്ച് റബ്ബ് എന്ന് പറയില്ല. അത് അവരെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. ഇത് എൻ്റെ റബ്ബാകുന്നു. ഫലമ്മ അഫല, അത് അസ്തമിച്ചു പോയപ്പോൾ ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. ഇങ്ങനെ അസ്തമിച്ചു പോകുന്ന ദൈവങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അസ്തമിച്ചു പോകാന്ന് പറഞ്ഞാൽ എന്താ? അതിങ്ങനെ സ്ഥലമാറ്റം സംഭവിക്കാന്നുള്ളതല്ലേ. എപ്പോഴും നമുക്ക് നമ്മുടെ ഏത് കാര്യങ്ങളും എല്ലാറ്റിനും എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു ദൈവം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ സ്ഥാനചലനം സംഭവിക്കുന്ന ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ഈ ആയത്തെടുത്തുകൊണ്ടാണ് അള്ളാഹു തആലക്ക് ഹർക്കത്ത് സുക്കൂന് പാടില്ല, അള്ളാഹു അറളല്ല ജിസ്മല്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു തആലക്ക് ഹർക്കത്ത് സുക്കൂന്, ഇങ്ങനെ സ്ഥാനചലനം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് നീങ്ങിപ്പോകുന്നവൻ എന്നുള്ള ഗുണം ഒരു ദൈവത്തിന് ഉണ്ടാകാൻ പാടില്ല എന്ന് ഈ ആയത്തെടുത്തുകൊണ്ട് വളരെ വ്യക്തമായ നിലയ്ക്ക് തൻ്റെ അഖീദന്റെ കിതാബുകളിലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. തഫ്സീർ റാസിലും ഉണ്ട് എന്ന് എൻ്റെ ഓർമ്മ. ഏതായിരുന്നാലും ഇങ്ങനെ ബുദ്ധിപരമായ തെളിവുകളെ കൊണ്ട് അള്ളാഹുവിന്റെ വഹദാനിയത്ത് നമുക്ക് സ്ഥിരപ്പെടുത്താൻ സാധിക്കും. മസലൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാം ഖുലൈഫ് പറയാണ്, മസലൻ അറാദ വുജൂദു ശൈഇൻ വാഹിദുൻ വറാദ ഇദാമൻ ലഹു ദസാനീൻ. നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഒന്ന് വിശദീകരിക്കേണ്ടതില്ല. ഞാൻ ആദ്യം നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച അതേ വിഷയം പദ്യമായി ചെല്ലിയെന്നേ ഉള്ളൂ. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് നമുക്ക് ബുദ്ധിപരമായിട്ടും പ്രാമാണികപരമായിട്ടും നമുക്ക് അത് തെളിയിച്ച് വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു വഹദാനിയത്ത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നാം മുവഹിദുകളാവുകയില്ല. വഹദാനിയത്ത് എന്നത് ഏത് രൂപത്തിലൊക്കെ നാം വിശ്വസിക്കണം എന്നൊക്കെ നാം ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിച്ചു. അള്ളാഹുവിന് അവയവങ്ങളോ അള്ളാഹുവിന് സ്ഥലകാലങ്ങളോ ഒന്നും ഇല്ലാത്തവനാകുന്നു. അവനെ പോലുള്ള ഒന്നും തന്നെ അവൻ്റെ ഫെയിലുകളിലും സിഫത്തുകളിലും ദാത്തിലും ഒന്നും തന്നെ മറ്റാരും തന്നെ തുല്യവാനല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നാം വിശദമായി നാം പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ആർക്കുന്ന വഹദാനിയത്ത് ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ നാം മുവഹിദുകളാകുന്നു. ആ വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ അത് തൗഹീദുമായി തീരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ മുവഹിദുകളായിട്ട് ശരിയായ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിച്ച് അതോടുകൂടെ തന്നെ ആ വിശ്വാസത്തോടുകൂടെ തന്നെ മരണപ്പെടുവാനും അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങളൊക്കെ സംശയമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നാളെ വന്നോളൂ. നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. അലി അൻസാരി ഉസ്താദിൻ്റെ സമയമായി കഴിഞ്ഞു. ഉസ്താദ് അവർകളെ ബഹുമാനപൂർവ്വം ഞാൻ മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം ക്ലാസ് നിർത്തുകയാണ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.